ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഞാന് നമ്മുടെ ഒരു ചേച്ചിയെ നോക്കി വന്നതാണ് കേട്ടോ. വന്നപ്പം നമ്മുടെ ചേച്ചി ഞാൻ കാണിച്ചു തരാം. ജീവിതത്തില് സത്യം പറഞ്ഞ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാം. ഞാൻ ആയുസിൽ കഴിച്ചിട്ടില്ല ഈ സംഭവം കേട്ടോ. പക്ഷെ എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക്, അതായത് ആണുങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ഇപ്പൊ ആൺ പെൺ വിവേചനം ഇല്ലാതെ എല്ലാവരും കഴിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഞാൻ ഇന്നും എവിടെയാണുള്ളത്, എന്താണുള്ളത്, ഏത് ചേച്ചിയാണ് കൂടെ ഉള്ളത്, ഇന്ന് എന്ത് സ്പെഷ്യലാണ് നിങ്ങൾ കഴിക്കാൻ പോണത് എന്നുള്ള വിവരണമൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അതിന് മുമ്പ് നമ്മുടെ ചേച്ചിയെ ഞാൻ കാണിച്ചു തരാം. ചേച്ചി ഒരു ഹായ് പറഞ്ഞേ. അപ്പൊ നമ്മുടെ ചേച്ചിയാണ് കേട്ടോ. ഇപ്പൊ കണ്ടോ ഈ ചേച്ചി ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഇതിന്റെ ഇറങ്ങോ? ഇറങ്ങൂല. അപ്പൊ ഞാൻ ഈ വണ്ടി ഓടിച്ച ചേച്ചി ഇവിടെ കാണാൻ വന്നത്. അപ്പൊ ചേച്ചി പറഞ്ഞിട്ടില്ല ഇന്ന് ഇവിടെ വരുന്ന കാര്യം, പറഞ്ഞായിരുന്നോ? ഇല്ല. അപ്പൊ യാദൃശ്യമായിട്ട് തന്ന സസ്പെൻസ് ആണ്. ഇത് കുടിച്ച് ഒരു പക്ഷെ എനിക്ക് കിറക്കം വന്നാൽ എന്നെ എങ്ങനെ വീട്ടിലെത്തിക്കും? ചേച്ചി എന്നെ അങ്ങ് കൊണ്ടുപോകുന്നോ? ആണോ? ഇത് കുടിച്ചിട്ട് എന്തെങ്കിലും ചേച്ചിക്ക് തലകറക്കം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. വിശപ്പുണ്ടായിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോ നല്ല വിശപ്പാണ്. അപ്പൊ നമ്മുടെ ചേച്ചി പറയാണത് കണ്ടോ, അതാണ് നമ്മുടെ ചേച്ചിതാ മധുരക്കള്ള്. ഇതാണ് സംഭവം കേട്ടത്. എന്റെ പൊന്നോ, ഇത് കാണുമ്പോ എനിക്ക് കഞ്ഞിവെള്ളമാണ് ഓർമ്മ വരുന്നത് കേട്ടോ. സത്യം. ഞാൻ ഒന്ന് കുടിച്ചു കാണിച്ചു ചേച്ചി. ഇതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നതല്ല കേട്ടോ, ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്യുന്നതല്ല. അപ്പം എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ചേച്ചി കഴിച്ച് എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അടിക്കുകയാണ്. പണ്ടത്തെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടാണ് അടിക്കുന്നത്. ഒരുപാട് തവണ കുടിച്ചിട്ടുണ്ടോ ചേച്ചി? ആണോ? അപ്പൊ എനിക്കിതാ ഒഴിച്ചു തന്നിട്ടുണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളെ. എന്നതാ ടച്ചിങ് ചെയ്ത് കുടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് പേടിയുണ്ട് സത്യം പറയാമെങ്കിൽ. ഇതേ അപ്പൊ വന്നത് ഇത് തെങ്ങും കള്ളാണോ ചേച്ചി? തെങ്ങും കള്ളല്ലേ? തെങ്ങും കള്ളാണ് കേട്ടോ. ഇത് തെങ്ങും കള്ളാണ്. കപ്പയുണ്ട്, നല്ല ചൂര മീൻകറിയുണ്ട്, ഒരു ഗ്ലാസ് കള്ളുണ്ട്. ഇത്രയും വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? വേണ്ടെന്ന് പറയുവോ? കഴിക്കും. അവര് കഴിക്കും അല്ലേ? അപ്പൊ ചേച്ചി കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ കുടിക്കുകയാണ് കേട്ടോ. ഇപ്പൊ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഈ എന്താ പറയാ തെങ്ങും കള്ളാണ്. ഞാൻ ഒരു അടുത്തെന്തുവാ സ്പെഷ്യല്? പയറ്. ഇതിന്റെ കോമ്പിനേഷൻ ആണോ? ആ പയർ, ദേ ചെറുപയർ കേട്ടോ. ഇതിന്റെ കോമ്പിനേഷൻ എന്താ പറയുന്നത്? പന്നി, പോത്ത്, ബീഫ് അതെനിക്കറിയാം. ഈ ചെറുപയർ ഇതിന് കൂട്ടി ആണോ? ഇവിടെ ലേഡീസ് ആണോ? അതെയോ? അതെയോ? എന്റെ പൊന്ന് പ്രിയ സുഹൃത്തുക്കളെ, ഞാനിതാ ഫസ്റ്റ് ലൈഫില് ആദ്യമായിട്ടാണ് ഇത്. സ്ഥിരമാക്കാനായിട്ട് ഒരു പരിപാടിയും ഇല്ല. ഇത് എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് ഇത്രയും കുടിക്കാനും എന്നെ കൊണ്ട് പറ്റുമോന്നും എനിക്കറിയില്ല. എന്താണ് ടേസ്റ്റ് എന്ന് ഇപ്പൊ ഞാൻ പറയാം. അമ്മോ, എന്നെ കൊണ്ട് പറ്റൂല സത്യം. ഇത് എന്താന്നറിയാവോ? ഒരുമാതിരി അപ്പോ സ്മെല്ല്. അയ്യോ ചേട്ടാ, ഇതെന്തോ കാടി കലക്കിയ വെള്ളം. ഇതെന്താ സ്മെല്ല് പോലെ? ആണോ? എല്ലാ കള്ളും ഇങ്ങനെയാണോ? അതാ തെങ്ങും കള്ള് ആണോ? ഓ, കാടി കലക്കിയ ഒരു സ്മെല്ല് കേട്ടോ. അസ്ഥാനത്ത് കയറി പിടിക്കണം. എന്തായാലും ചേച്ചി തന്നെ കുടിച്ച് തീർക്കും. ഞാൻ കുടിക്കുന്നില്ല. കുടിച്ചു കഴിഞ്ഞാ കള്ള് ഇരിക്ക കള്ളിന്റെ വ്യത്യാസമാണ്. മധുരക്കള്ളെന്ന് പറഞ്ഞൊരു കള്ളുണ്ട്. അത് കുടിച്ച് സൂപ്പറായി നടക്കാം. ഇതും അങ്ങനെ തന്നെ. ആണുങ്ങളൊക്കെ കുടിക്കുന്ന കള്ളാണ്. പെണ്ണുങ്ങൾക്കും കുടിക്കാം. അല്ലാതാ എന്നെ കുടിപ്പിക്കാനാണ് വന്നതല്ലേ? എന്തോ എനിക്കറിയില്ല. ചേച്ചി എന്നെ ചെറിയ പാറ്റ് കൂടാനാണ് വിളിച്ചത്. അപ്പൊ ഞാൻ കഴിച്ചിട്ടില്ലേ ചേച്ചി? ദൈവസത്യം ഞാൻ ഇതുവരെ കഴിക്കാത്ത സാധനമാണ്. ഞാൻ ഇടയ്ക്ക് 2 ദിവസം ഇവിടെ വന്ന് കഴിച്ചപ്പോ കൊള്ളാം. കൂട്ടുകാരെ കൊണ്ടുവന്ന് കഴിച്ചപ്പോ പിന്നെ വേറെ വ്യത്യാസമൊന്നും തോന്നിയില്ല. മേഡത്തിന് ഒഴിച്ചു വെച്ചത് അടുത്ത മേഡം വന്നതാ കയ്യിൽ വാങ്ങി കുടിക്കാൻ പോവുകയാണ്. എന്നെ കൊണ്ട് എന്തായാലും പറ്റിയില്ല. അത് അവര് രണ്ടുപേരും കൂടെ ഒക്കെ വെച്ചിട്ട് പോണോ? എന്ത് വേണം? എന്റെ പൊന്നു ചേച്ചി, ഈ ശരീരത്തിൽ ഇത്രയൊക്കെ കൊള്ളൂ ചേച്ചി? കിറക്കം ഉണ്ടെങ്കിൽ ഉള്ളതുപോലെ പറയണം. ആണോ? ഇപ്പൊ ഏതാണ്ട് അറ്റാക്ക് വന്നതല്ലേ? കുഴപ്പമില്ല. അറ്റാക്കിന്റെ കൂടെ ഇതൊക്കെ സന്തോഷല്ലേ? അറ്റാക്കിന്റെ കൂടെ ഇതൊക്കെ കൂടെ ഇരിക്കും. നേരത്തെ പോവുകയാണെങ്കിൽ അങ്ങ് പോട്ടെ. അതിലെ സന്തോഷം. ഇതൊക്കെ വല്ലപ്പോഴേക്കൊക്കെ അടിക്കണം കേട്ടോ മാഡം. മേഡത്തിന് ആംബിയർ പോരാ, മനസ്സിലായോ? ഒന്നും തോന്നി എനിക്ക് കണ്ടിട്ട്. എന്തോ ചേച്ചിക്ക് ഒരു കിറക്കം ഉള്ളത് പോലെ തോന്നുന്നു. ഇല്ലേ? സത്യം തന്നെ ആണോ? ആ
അത് മദ്യപിക്കുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ആരോഗ്യം വരുമല്ലോ. ആ അങ്ങനെ അപ്പോഴത്തെ എന്ന് പറയാ കുടിക്കുന്ന അതിന്റെ എനർജി തീരുമ്പോ വരെയുള്ള ആരോഗ്യം അത് മനസ്സിന്റെ തോന്നലാണോ അതോ ഓട്ടോമാറ്റിക്കോ? ചവിട്ടി തടവാൻ തോന്നണ ഈ കള്ളും കുടിച്ചിട്ട്? എന്റെ പൊന്നു, സമ്മതിച്ചു ചേച്ചി, സമ്മതിച്ചു. ഡയലോഗ് പൊളിച്ച് കേട്ടാ. എന്തായാലും മോഹൻലാലിനെ കിട്ടിയ പുള്ളി കേക്കരുത്, കുഴപ്പമില്ല തന്നെ. ശരി ശരി, കഴിച്ചോ? അതെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, അപ്പം ഞാൻ ഒരു കാരണവശാലും ഷാപ്പിലെ കള്ള് പ്രൊമോട്ട് ചെയ്യുന്നതല്ല, അങ്ങനെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ എന്തായാലും ഷാപ്പിലെ കള്ളിൻ്റെ കാര്യം എടുത്തു പറയാൻ എനിക്കറിയില്ല, പക്ഷേ അവിടുത്തെ വിഭവങ്ങൾ, ഉച്ചയൂണ്, ബാക്കിയുള്ള എല്ലാ സജ്ജീകരണങ്ങളുണ്ട്, അടിപൊളിയാണ്, നല്ല വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അവിടുത്തെ ഷാപ്പിലെ ഫുഡ് എടുത്തു പറയേണ്ടതുണ്ട്, അടിപൊളിയാണ്. അപ്പം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളർട എന്ന് പറയുന്ന സ്ഥലത്ത് ചെമ്പൂര് പോകുന്ന വഴിയിലാണ് ഈ ഫുഡും കള്ളും ഒക്കെ കിട്ടുന്ന ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത്. വീണ്ടും പറഞ്ഞു പോകുകയാണ്, കള്ള് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഞാൻ ഷാപ്പിലെ ഫുഡ് മാത്രമാണ് നിങ്ങളോട് എടുത്തു പറയുന്നത്. ആവശ്യമുള്ളവർ അവിടെ പോയി കഴിക്കുക കേട്ടോ.